ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ UDF ക്യാബിനറ്റിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനിൽ നിന്ന് തുടങ്ങാം. ആളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അദ്ദേഹം ആദ്യം തന്നെ സേക്രഡ് കോളേജ് തേവരയിൽ നിന്നും ബാച്ചലർ ഓഫ് ആർട്സ് BA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം LLB ഫ്രം കേരള ലോ അക്കാഡമി ലോ കോളേജ് തിരുവനന്തപുരം. LLM കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് അദ്ദേഹത്തിനുള്ളത് ഇൻ സോഷ്യൽ സർവീസസ് ഓർ സോഷ്യൽ വർക്ക് ഫ്രം രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് കളമശ്ശേരി. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു VD സതീശൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ കേരള സ്റ്റുഡൻസ് യൂണിയനെ പ്രതിനിധീകരിച്ച് MG യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. 2001 എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പൊതുഭരണം, ധനകാര്യം, ദേശീയ സമ്പാദ്യം, സ്റ്റോർ പർച്ചേസ്, വാണിജ്യ നികുതികൾ, കാർഷിക വരുമാന നികുതി, ട്രഷറികൾ, സംസ്ഥാന ഓഡിറ്റ്, കേരള സംസ്ഥാന ധനകാര്യ സംരംഭങ്ങൾ, സംസ്ഥാന ഇൻഷുറൻസ്, കേരള ധനകാര്യ കോർപ്പറേഷൻ, സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഡ്യൂട്ടികളും, തുറമുഖങ്ങൾ, നിയമം, ആസൂത്രണ സാമ്പത്തിക കാര്യം, ലോട്ടറികൾ, അഖിലേന്ത്യാ സർവീസസ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ദുരന്ത നിവാരണം, പ്രവാസികാര്യം, മലിനീകരണ നിയന്ത്രണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, തിരഞ്ഞെടുപ്പ്, സംയോജനം, സൈനികക്ഷേമം, ദുരിതാശ്വാസങ്ങൾ, സംസ്ഥാന ഹോസ്പിറ്റാലിറ്റി, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, അന്തർ സംസ്ഥാന നദീജലം, തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ നാവിഗേഷൻ, കേരള സംസ്ഥാന ഉൾനാടൻ നാവിഗേഷൻ കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, റെയിൽവേസ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ്, പോസ്റ്റുകളും ടെലിഗ്രാഫുകളും, എല്ലാ പ്രധാന നയകാര്യങ്ങളും മറ്റൊരിടത്തും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കി മന്ത്രിമാരാരൊക്കെയാണ് എന്ന് നോക്കാം. ശ്രീ രമേശ് ചെന്നിത്തല വകുപ്പുകൾ ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിലുകൾ, കയർ. ശ്രീ K മുരളീധരൻ വകുപ്പുകൾ ആരോഗ്യം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, ഇൻഡിജനസ് മെഡിസിൻ, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, ഭക്ഷ്യസുരക്ഷ, ദേവസ്വം എന്നിവയാണ്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി വകുപ്പുകൾ വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, മൈനിങ് ആൻഡ് ജിയോളജി, ഹാൻഡ്ലൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നിവയാണ്. ശ്രീ സണ്ണി ജോസഫ് വകുപ്പുകൾ വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം, അനേർട്ട് അതായത് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. ശ്രീ N ഷംസുദ്ദീൻ വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, ലിറ്ററസി മൂവ്മെൻറ്റ്, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷക്ഷേമം എന്നിവയാണ്. ശ്രീ മോൻസ് ജോസഫ് വകുപ്പുകൾ ജലസേചനം, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഭൂഗർഭജല വകുപ്പ്, ജലവിതരണവും ശുചിത്വവും, ഭവന നിർമ്മാണം എന്നിവയാണ്. ശ്രീ ഷിബു ബേബി ജോൺ വകുപ്പുകൾ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം, കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് എന്നിവയാണ്. ശ്രീ അനൂപ് ജേക്കബ് വകുപ്പുകൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി എന്നിവയാണ്. ശ്രീ CP ജോൺ വകുപ്പുകൾ റോഡ് ഗതാഗതം, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നിവയാണ്. ശ്രീ AP അനിൽകുമാർ വകുപ്പുകൾ ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ലാൻഡ് റീഫോംസ് എന്നിവയാണ്. ശ്രീ M ലിജു വകുപ്പുകൾ സഹകരണം, എക്സൈസ് എന്നിവയാണ്. ശ്രീ PC വിഷ്ണുനാഥ് വകുപ്പുകൾ ടൂറിസം, സാംസ്കാരികം, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് എന്നിവയാണ്. ശ്രീ റോജി M ജോൺ വകുപ്പുകൾ കോളേജിയേറ്റ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, കാർഷിക, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാലകൾ ഒഴികെ, പ്രവേശന പരീക്ഷ, നാഷണൽ കേഡറ്റ് കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, കേരള എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകൾ. അടുത്തതായി ശ്രീമതി ബിന്ദു കൃഷ്ണ വകുപ്പുകൾ തൊഴിൽ, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സംഘങ്ങൾ, വനിതാ ശിശു വികസനം, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല എന്നിവയാണ്. ശ്രീ KM ഷാജി
വകുപ്പുകൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ടൗൺ പ്ലാനിംഗ്, ഗ്രാമവികസനം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില എന്നിവയാണ്. ശ്രീ പി കെ ബഷീർ, വകുപ്പുകൾ പൊതുമരാമത്ത് വകുപ്പ്. ശ്രീ വി എ അബ്ദുൾ ഗഫൂർ, വകുപ്പുകൾ ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹിക നീതി എന്നിവയാണ്. ശ്രീ ടി സിദ്ദിഖ്, വകുപ്പുകൾ കൃഷി, മണ്ണ് പരിവേഷണം, മണ്ണ് സംരക്ഷണം, കേരള കാർഷിക സർവകലാശാല, വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയാണ്. ശ്രീമതി കെ എ തുളസി, വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനമാണ്. ശ്രീ ഒ കെ ജനീഷ്, വകുപ്പുകൾ കായികം, യുവജനകാര്യം, മൃഗശാല, മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തുശാസ്ത്രം, ആർക്കൈവ്സ് എന്നിവയാണ്. സോ പുതുതായിട്ട് ഫോമായിട്ടുള്ള കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിലുള്ളത് ഇത്രയും മന്ത്രിമാരാണ്. So that's it for this video. Thanks for watching. See you all in my next video. Bye bye.